ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. നിഫ്റ്റി അതിന്റെ സെല്ലിങ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് റെഡ് ക്യാൻഡിൽ തന്നെയാണ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിഷ്യലി മാർക്കറ്റ് ഒന്ന് സെല്ലിംഗിലേക്ക് പോകുന്നു, പിന്നെ അതിനുശേഷം മാർക്കറ്റ് റിക്കവറി ചെയ്യുന്നു. അതാണ് ഇതുവരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ശരിക്കും മാർക്കറ്റിൽ ഈ പുതിയൊരു ക്ലോസിംഗ് സിസ്റ്റം വന്നതിന് ശേഷമായിരുന്നു മാർക്കറ്റിന്റെ ഈ ഒരു രീതിയിലുള്ള മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷമുള്ള എല്ലാ ക്യാൻഡിലും ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ, അതായത് മാർക്കറ്റ് താഴേക്ക് വരുന്നു പിന്നെ റിക്കവറി ആവുന്നു. അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അധിക ദിവസവും അങ്ങനെ തന്നെയാണ്. അതേസമയം മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു 24,600 23,000 എന്നുള്ള ഒരു വലിയൊരു കൺസോളിഡേഷൻ റേഞ്ചിന്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് 24,200 ആണ്. അതിന്റെ താഴേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ല ലെവലിൽ നിന്ന് ഒരു റിക്കവറി കിട്ടി 24,430 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും മാർക്കറ്റിൽ ഒരു ബൈയിങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം കാണുന്ന ഒരു പ്രത്യേകത വെച്ചാൽ മാർക്കറ്റിൽ ഫസ്റ്റ് നല്ലൊരു സെല്ലിംഗിലേക്ക് വരുന്നു, പിന്നെ അതിനുശേഷം മാർക്കറ്റ് റിക്കവറി ആവുന്നു. ആ ഒരു പാറ്റേൺ തന്നെയാണ് കുറെ ദിവസങ്ങളായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഗോൾഡിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഗോൾഡിന് ബൈയിങ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്കിലിയിൽ ഒരു ക്യാൻഡിൽ, അതായത് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പം ആ ഒരു ക്യാൻഡിലിനെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ മാർക്കറ്റ് അതിന്റെ ബൈയിങ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് ഗോൾഡിലുള്ളത്. ഗോൾഡ് നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ നിഫ്റ്റി നേരെ ഓപ്പോസിറ്റ് ആണ്, മാർക്കറ്റിൽ കൂടുതൽ സെല്ലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. സോ നാളെ മാർക്കറ്റിൽ എങ്ങനെയാണ്, കഴിഞ്ഞ എക്സ്പയറി ഡേ വളരെ ചോപ്പി ആയിരുന്നു. സോ ഈ ഒരു എക്സ്പയറി ഡേ മാർക്കറ്റിൽ കുറച്ച് മൊമെന്റം ഉണ്ടാവും. മേ ബി മാർക്കറ്റിൽ ഒരു ബൈയിങ് കാണാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം കുറെ ദിവസമായിട്ട് മാർക്കറ്റിൽ അധികവും റെഡ് ക്യാൻഡിൽ തന്നെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. എനിവേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നാളത്തെ മാർക്കറ്റിൽ ഒരു ബൈയിങ് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.